മേയർ ലിജി മാധ്യമങ്ങളെ കണ്ട തത്സമയം നിൽക്കുന്ന 3-4 പേരുണ്ട്. ആ പേരുകളെ ഞാൻ തുറന്നു പറയാതെ തന്നെ ഇവിടെയുള്ളവർക്കറിയാം. ഒരിക്കലുമല്ല. നേതൃത്വം എന്ന് പറയുന്നത് 4 ആൾ മാത്രമല്ലല്ലോ. ഇവിടെ മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ മുൻ നിയമസഭാ സ്പീക്കറുണ്ട്. നിങ്ങളൊക്കെ അവരോട് ചോദിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കൾ ആരും ഇവിടെ നിർജീവരല്ലല്ലോ, എല്ലാവരും ജീവനോടെ ഉണ്ടല്ലോ. അവരൊക്കെ എനിക്ക് വേണ്ടി 100% പിന്തുണയും ഞാൻ വരണമെന്ന് ആഗ്രഹിച്ചവരുമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ടീം വർക്കുണ്ടല്ലോ, ആ ടീം വർക്ക് അത് ഒരു വ്യക്തിയിലേക്ക് മാത്രം പോയി എന്നുള്ളതാണ്. വീണ്ടും എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അതുണ്ടാക്കിയവരെയും അതിൻ്റെ ചരിത്രവും പഠിച്ച വ്യക്തിയാണ് ഞാൻ. BA പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഹിസ്റ്ററി ഗ്രാജുവേറ്റാണ്. MSW ഇപ്പോൾ കംപ്ലീറ്റഡ് ആയിട്ടുള്ള PG ആളുമാണ്. എൻ്റെ ചരിത്രം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ അതിന് ചോരയും നീരും കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന മഹാരഥന്മാരെ, അവരെയാണ് എൻ്റെ മനസ്സിൽ. അല്ലാതെ കേവലം ഇതൊരു നേട്ടത്തിന് വേണ്ടി ആർക്കെങ്കിലും അടിയറവ് പറഞ്ഞ കുറച്ച് നേതാക്കളല്ല എൻ്റെ മനസ്സിൽ. അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനൊരു സാധാരണ കുടുംബത്തിലുള്ള ഒരാളാണ്, ഒരു വിഡോ ആണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും, എൻ്റെ 2 മക്കളും വിവാഹിതരാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ഞാൻ പാർട്ടിക്ക് വേണ്ടി ചിലവഴിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പാർട്ടി എന്നുള്ള ഒരു വികാരം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഒരു രാജിയിലേക്ക് ഞാൻ പോകില്ല. മാത്രമല്ല, എൻ്റെ കൂടെ നിൽക്കുന്ന ജനങ്ങൾ എന്നെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ലാലൂർ എൻ്റെ അഭിമാനമാണ്. എൻ്റെ ലാലൂരിലെ സാധാരണക്കാരും അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്സും ഹൈ ക്ലാസ്സും ഉൾപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അവരെല്ലാവരും ഒറ്റക്കെട്ടായി ലാലൂർ ലാലി ചേച്ചി വേണം എന്നുള്ളതിൻ്റെ തെളിവിന് തന്ന ഈ വോട്ട് അവരെ ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. ഏറ്റവും ഊർജ്ജസ്വലമായി തന്നെ എൻ്റെ വാർഡിന് വേണ്ടി ഞാൻ പണിയെടുക്കും. ആ വാർഡിൽ കൊണ്ടുവരാൻ പറ്റിയ മുഴുവൻ വികസനങ്ങളും ഞാൻ കൊണ്ടുവരും. മേയർ തെരഞ്ഞെടുപ്പാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ 2 നിഗമനത്തിലാണ്. കാരണം ഒന്ന്, മാനസികമായിട്ട് കുറച്ചൊരു തളർച്ച നമുക്ക് ഉണ്ടാകുമല്ലോ. അതിൽ നിന്ന് ഞാൻ ഒരു രാത്രി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ഒരു ഓർഡറായി തുടങ്ങി. കാരണം വീണ്ടും ഞാൻ പറയുന്നത്, എൻ്റെ പാർട്ടി എൻ്റെ അഭിമാനം എന്നുള്ള ഒരു വിഷയം എൻ്റെ മുന്നിലുള്ളപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എൻ്റെ പാർട്ടിക്കൊരു ഡാമേജ് ഒരിക്കലും ഉണ്ടാവരുത്. എൻ്റെ പാർട്ടിക്ക് ഡാമേജ് വരുത്തുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. കാരണം എൻ്റെ പാർട്ടി എൻ്റെ മുന്നിൽ ഉണ്ട്. ആരൊക്കെ ഒരുപാട് പേര് പല ഉപദേശങ്ങൾ തന്നാലും ഞാൻ കണ്ട എൻ്റെ പാർട്ടി, ഞാൻ സ്നേഹിച്ച പാർട്ടി. ഓക്കെ. കടുത്ത അതൃപ്തിയുണ്ട് ലാലി ജെയിംസിന്. അവരത് തുറന്നു കാര്യത്തിലെ നേതൃത്വം ആരെങ്കിലും വിളിച്ചായിരുന്നു? ആ കാര്യത്തിൽ സംസാരിക്കാൻ കഴിയുന്നു? എന്നെ ഒരു തരത്തിലും ഇവര് ലാസ്റ്റ് 3 ദിവസം മുമ്പാണ് വിളിച്ചത്. 3 ദിവസം മുമ്പ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല്, അവര് പറഞ്ഞത് ഒരു ടേം വ്യവസ്ഥയിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അതിന് അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ടേം എനിക്ക് ഫസ്റ്റ് 1 വർഷം എങ്കിലും തരിക, പിന്നെ നിങ്ങൾ ആർക്കാണെങ്കിൽ കൊടുത്തോന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവരെന്നോട് പറഞ്ഞു 2-3 ടേം ആയാലും അംഗീകരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും നിങ്ങൾ കൊടുത്തു, എനിക്ക് വിരോധമില്ല. ഞാൻ ഒരിക്കലും ഒരു മേയർ പദവി ആഗ്രഹിച്ചു വന്നൊരു വ്യക്തിയല്ല. അതുകൊണ്ട് അത് നിങ്ങൾ ആർക്കാണ് അർഹതപ്പെട്ടവർക്ക് കൊടുത്തോളൂ. അവര് ഇപ്പോ വർഷം ടേം വ്യവസ്ഥയായിരിക്കും. ഒരു പക്ഷേ 2 വർഷമോ 1 വർഷമോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഞാനിപ്പോഴും പറയുന്നത് അങ്ങനെ പങ്കുവെക്കേണ്ട ഒരു പോസ്റ്റ് അല്ല ഇത്. ഇതൊരു നഗരത്തിൻ്റെ വികസനവും ക്ഷേമവുമാണ്. ഒരു നഗരത്തിൻ്റെ വികസനം കൊണ്ടുവരാൻ 1-2 ആളിലേക്ക് മാത്രമേ ഇത് മാക്സിമം പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാനൊരിക്കലും വാശിയോടുകൂടി എനിക്കിത് കിട്ടിയേ മതിയാവൂ എന്നുള്ള ചിന്തയിലല്ല. എനിക്ക് അർഹതപ്പെട്ടതാണെന്ന് എനിക്ക് യാതൊരു തരത്തിലും ഒരു ഇതില്ല. അവരുടെ കാരണം അവര് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആയിരിക്കാം. പിന്നീട് അവര് DCC വൈസ് പ്രസിഡന്റ് ആണ് എന്ന് പറയുന്നു. ഈ നമ്മുടെ പാർട്ടിയിൽ എത്രയോ വൈസ് പ്രസിഡന്റുമാരും എത്രയോ സെക്രട്ടറിമാരും എത്രയോ ജനറൽ സെക്രട്ടറിമാരൊക്കെ ഉണ്ട്. അത് മാത്രം ഒരു മാനദണ്ഡമായിട്ട് എടുത്തു കഴിഞ്ഞാൽ താഴെ തട്ടിൽ നിന്ന് പണിയെടുത്ത് കയറി വരുന്ന ശക്തരായിട്ടുള്ള ആളുകളെ തഴയുന്നതിനോട് എനിക്കൊരു താല്പര്യം ഈ പാർട്ടിയോടില്ല. കാരണം ഞാൻ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. 4 തവണയും ഞാൻ തേറമ്പിൽ അഡ്വക്കേറ്റ്
അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണന്റെ ഇലക്ഷൻ കാലഘട്ടത്തിൽ പോസ്റ്റർ ഒട്ടിച്ച് വളർന്നു വന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഘട്ടത്തിൽ നിന്നും വളർന്നു വന്ന ഒരു വനിതാ പ്രവർത്തകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ പണമില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. പണമില്ലാത്തതുകൊണ്ടാണോ തഴയപ്പെട്ടത്? അതെനിക്ക് പൂർണ്ണമായി പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഒത്തിരി പണം പാർട്ടീനെ സഹായിക്കാൻ അവർക്ക് തയ്യാറുള്ള ആളുകളെയൊക്കെ നോക്കി എനിക്കത് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നെ സംബന്ധിച്ച് സാധാരണക്കാരിയാണ്, പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇന്നലെ എൻ്റെ മകള് പോലും അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണനോട് പറഞ്ഞ വാക്ക് എൻ്റെ ഹൃദയത്തിൽ തറച്ചു. കാരണം ഞങ്ങൾ സ്കൂളിൽ പോകാൻ ബാഗ് എടുക്കുമ്പോൾ മമ്മി ചോറാക്കുന്ന മമ്മിക്ക് ഫോൺ കോൾ വരും, പാർട്ടിയുടെ ഇത് പ്രകടനം തുടങ്ങാറായി, ഉടനെ മുദ്രാവാക്യം വിളിക്കാൻ ഓടി വരുമെന്ന് പറയുമ്പോൾ ആ ചോറ് പാത്രത്തിൽ ചോറിടുന്നതിന് പകരം മമ്മി ഞങ്ങളെ ഏൽപ്പിക്കും, മോളെ ചോറാക്കി പോയിക്കോളി, മമ്മിക്ക് പാർട്ടി പ്രവർത്തനമുണ്ട്, ഉടനെ പോകണമെന്ന് പറഞ്ഞ് ആ ബാഗും പാത്രവും ഞങ്ങളെ ഏൽപ്പിച്ച് ഓടുന്ന മമ്മിയെ കണ്ട ഞങ്ങൾക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു പോസ്റ്റ് മമ്മിയെ തേടി വരുമ്പോൾ അതിനെ ഏതൊക്കെ ക്രൈറ്റീരിയ കൊണ്ട് മാറ്റിവെക്കാം എന്നുള്ളത് ചിന്തിക്കുന്ന നേതാക്കളോട് എനിക്കൊരു ബഹുമാനമില്ല. ഈ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു, കോർ കമ്മിറ്റി യോഗം ചേർന്നു, ഇവിടെയൊക്കെ അതായത് ഇവിടെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് DCC പ്രസിഡന്റ് ഓരോ കൗൺസിലർമാരെയും കണ്ടു. അവരൊക്കെ നമ്മളെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങൾ അവരൊക്കെ എന്നെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ചേച്ചി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഐക്യദാർഢ്യം പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ആവണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഓരോരുത്തരും പറഞ്ഞു. അയ്യന്തോൾ മേഖലയിൽ തന്നെ 8 കൗൺസിലർമാരാണ് ഉള്ളത്. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നവരാണ്. എല്ലാ കൗൺസിലർമാരുമായിട്ട് എനിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. ഇതിനകത്ത് ഇവിടെ പോയ കൗൺസിൽ 33 പേരിൽ എനിക്ക് വേണ്ടി പറഞ്ഞ 80% ആളുകളുണ്ട്. അപ്പോഴൊക്കെ ആദ്യത്തെ ന്യൂസ് വന്ന് കൗൺസിലർമാർക്ക് ലാലി ജെയിംസ് വേണം, കേന്ദ്രത്തിന് AICCക്ക് നിജി ജസ്റ്റിൻ വേണം എന്നുള്ള ന്യൂസ് വന്നതും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. പക്ഷേ ഇന്നലെ അതിനു മുമ്പൊരു പാർലമെൻ്ററി പാർട്ടി യോഗം ഞങ്ങളെ ചേർത്ത് വിളിച്ചു. DCC പ്രസിഡന്റ് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് അഭിപ്രായമെന്ന്. അപ്പോൾ ചില മുതിർന്ന കൗൺസിലർമാർ എനിക്ക് എന്ന് പറഞ്ഞു, ഞങ്ങൾ പാർട്ടിയെ ഏൽപ്പിക്കുന്നു, പാർട്ടിക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന്. അങ്ങനെയാണ് പാർട്ടിയെ ഏൽപ്പിച്ച് നമ്മൾ പോകുന്നത്. മിനിഞ്ഞാന്ന് രാത്രിയാണ് എന്നെ വിളിക്കുന്നത് DCCയിലേക്ക്. ഞാനുണ്ട്, സുബി ബാബു ഉണ്ട്, നിജി ജസ്റ്റിൻ ഉണ്ട്. ആദ്യം എന്നെ വിളിച്ച് എന്നോട് ചോദിച്ചു ടേം അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് അംഗീകരിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 1 കൊല്ലം എനിക്ക് നൽകിയാൽ മതി, ബാക്കി ആരെയാ വെച്ചാൽ വെച്ചോളൂ. അതെൻ്റെ ന്യായമായിട്ടുള്ളൊരു ആവശ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ 2 or 3 ഞാൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ അത് ഡിവൈഡ് ചെയ്ത് പോകരുത്. നമ്മുടെ നഗരത്തിൻ്റെ വികസനം ആണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അത് 1 or 2 മാക്സിമം 2 ആളിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞിരുന്നു. എനിക്ക് ആ ഒരു സ്ഥാനം കിട്ടിയില്ലെങ്കിലും പാർട്ടിയിൽ നിന്ന് ഞാൻ ഒരിക്കലും വിട്ടുപോകില്ല. പാർട്ടി എൻ്റെ ജീവനാണ്. നേതൃത്വത്തെ ഞാനത് അറിയിച്ചിട്ടുണ്ട്, ഞാൻ നന്നായി തന്നെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ മനസ്സിൽ അവർ വിഭാവനം ചെയ്ത ഒരു ഗ്രൂപ്പ് സിസ്റ്റം, അതിനോട് എനിക്ക് ഈ പാർട്ടിയിലെ ഗ്രൂപ്പില്ല, മതേതരത്വ പ്രസ്ഥാനമാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സാമുദായിക ഒരു തീരുമാനത്തിൻ്റെ സാമുദായിക ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറേ ദിവസവും നീണ്ടുപോയി. മതേതരത്വ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയായിട്ടാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും പറയുന്നു, എവിടെയെങ്കിലും നമുക്ക് തെറ്റുകൾ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചില നേതാക്കളെങ്കിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ മത്സരിക്കുമ്പോൾ ഒരിക്കലും മേയർ സ്ഥാനാർത്ഥിയാന്ന് പറഞ്ഞിട്ട് ഞാൻ മത്സരിച്ചിട്ടില്ല. എന്നോട് ജനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ലാലിയാണ് അതിനെ ആപ്റ്റ് എന്നുള്ളത്. അപ്പോൾ ആ ജനങ്ങൾ എൻ്റെ മുമ്പിലുള്ളിടത്തോളം കാലം ഞാൻ ഒന്നിനെ കുറിച്ച് ഇനി ആകുലപ്പെടില്ല. പൂർണ്ണമായിട്ടും നഗരത്തിൻ്റെ വികാരം എന്നോടൊപ്പമാണ് എന്നുള്ള 100% വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എൻ്റെ പാർട്ടിക്ക് ഡാമേജ് വരുന്ന ഒന്നും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഓക്കെ, ലാലി ജെയിംസിനെ പറയാനുള്ളതാണ് നമ്മൾ കേട്ടത്. ഡോക്ടർ നിജി ജസ്റ്റിനും സുബി ബാബുവും ലാലി ജെയിംസും ഇവർ 3 പേരുമായിരുന്നു പരിഗണനയിൽ ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ഡോക്ടർ നിജി ജസ്റ്റിനിലേക്ക് നറുക്കു വീഴുകയായിരുന്നു. ഈ ലെവിൻ കെ വിജയൻ തൃശ്ശൂരിൽ നിന്നും ചേരുന്നുണ്ട്. ലെവിനെ ഇപ്പോൾ ഈ ലാലി ജെയിംസ് കടുത്ത അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അതും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം ഈ മേയർ സ്ഥാനത്തിൽ തനിക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ ആ പദവി ലഭിക്കും, തൻ്റെ കയ്യിൽ പണമില്ല, പണം നൽകി പാർട്ടിയെ സഹായിക്കാൻ കഴിയുന്നവരെയാണോ പരിഗണിക്കുന്നതെന്ന് അറിയില്ല തുടങ്ങി വലിയ ചോദ്യങ്ങൾ ചോദിക്കുന്നു പാർട്ടിയോട്.
തീർച്ചയായും സേതു, കടുത്ത വിമർശനം തന്നെയാണ് മേയർ സ്ഥാനത്തേക്ക് തഴയപ്പെട്ട ലാലി ജെയിംസ് ഉന്നയിക്കുന്നത്. നേതൃത്വം പല ഘട്ടങ്ങളിലായി തീരുമാനമെടുക്കുകയും ആലോചിക്കുകയും ചെയ്തിട്ട് അത് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നേതൃത്വത്തിന്റെ ഐക്യകണ്ഠേനയുള്ള ഒരു തീരുമാനപ്രകാരമല്ല മേയർ സ്ഥാനത്തു നിന്നും തന്നെ ഒഴിവാക്കിയത് എന്നുള്ളതാണ് പറയുന്നത്. മുതിർന്ന നേതാവ് തേറമ്പിൽ രാമകൃഷ്ണൻ അടക്കമുള്ള ആളുകൾക്ക് ഇക്കാര്യം വ്യക്തമായി അറിയാം. അദ്ദേഹം അടക്കമുള്ള സമിതിയിലാണ് ഇക്കാര്യങ്ങളെല്ലാം എടുക്കപ്പെട്ടത്. പക്ഷേ ചില നേതൃത്വം എന്ന് പറയുന്ന ഒറ്റപ്പെട്ട ചില വ്യക്തികളുടെ കടുംപിടുത്തമാണ് ഇത്തരത്തിലൊരു തഴയലിന് കാരണമായത് എന്നുള്ളതാണ് ലാലി ജെയിംസ് തുറന്ന് വ്യക്തമാക്കുന്നത്. കോർ കമ്മിറ്റിയിലും പാർലമെന്റ് പാർട്ടി യോഗത്തിലുമെല്ലാം രണ്ട് അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. ബഹുഭൂരിപക്ഷം ആളുകളും ലാലിയെ തന്നെ പിന്തുണച്ചു. പക്ഷേ ആ തേം വ്യവസ്ഥ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ തന്നെ ആദ്യം പരിഗണിക്കണം എന്ന് ഉള്ള കാര്യം ലാലി അറിയിച്ചു. സീനിയോറിറ്റി അടക്കമുള്ള ഘടകങ്ങളുണ്ട്. യൂത്ത് കോൺഗ്രസ് മുതൽ സംസ്ഥാന തലത്തിൽ ദേശീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുഖമായി തൃശ്ശൂരിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ്. തൃശ്ശൂരിലെ 4 തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്ത വാർഡുകളിൽ നിന്ന് വിജയിച്ച ആളാണ്. അങ്ങനെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ തനിക്ക് തന്നെ ഈ പദവി നൽകണമെന്നുള്ള ആവശ്യം പാർട്ടി കമ്മിറ്റികളിലും യോഗങ്ങളിലും ഉയർന്നെങ്കിലും അതിനെ വകവെക്കാൻ നേതൃത്വം ഒട്ടും തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് ലാലി പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത്. തനിക്ക് കടുത്ത മാനസിക വിഷമം ഈ കാര്യത്തിൽ ഉണ്ടായി. നേതൃത്വത്തോട് അടക്കം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇത്തവണ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നത് ഈ നിജിക്കായിരുന്നു AICCയുടെ പിന്തുണ എന്ന് പറയുന്നു. അപ്പം അതുകൊണ്ടാണ് നിജിയിലേക്ക് അവസാനമായി എത്തിയതെന്നാണ് അറിയുന്നത്. ഇതിപ്പം ഈ ലാലി ജെയിംസ് വിപ്പ് സ്വീകരിച്ചിട്ടുണ്ടോ? സേതു, ലാലിക്ക് പാർട്ടി നൽകുന്ന എല്ലാ ചുമതലകളും ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. വിപ്പ് സ്വീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഒരു വിമതമുഖമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ തൻ്റെ പാർട്ടി തന്നോട് കാണിച്ച അനീതിക്കെതിരെയുള്ള പ്രതിഷേധം തുറന്നു പറയുക മാത്രമാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പാർട്ടി തുടർന്ന് അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കും. ഇന്ന് മേയർ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുമെന്ന് തന്നെയാണ് ലാലി ജെയിംസ് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് മറുപടിയായി തന്ന ഉത്തരം. ഏതായാലും ആ പ്രതിഷേധമുണ്ട്. ആ കടുത്ത പ്രതിഷേധം തന്നെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ തന്നെ തഴഞ്ഞത് നേതൃത്വത്തിലെ ഒറ്റപ്പെട്ട ചില ആളുകളാണ്. KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളുടെ പേര് പറയാതെ പറഞ്ഞുകൊണ്ടാണ് ലാലി ജെയിംസ് ഇപ്പോൾ പ്രതിഷേധ സ്വരം ഉയർത്തിയിരിക്കുന്നത്. ഏതായാലും അവരെ സംബന്ധിച്ച് വളരെ മാനസിക വിഷമത്തിലാണ്. ഇന്നലെ നമ്മൾ പ്രതികരണത്തിനൊക്കെ ശ്രമിച്ചിരുന്നെങ്കിലും വാക്കുകളിലും വ്യക്തമാണ് ലെവിനെ. അപ്പം 3 പേരുടെ പേരുകൾ പരിഗണനയ്ക്ക് വന്നു. നിജി ജസ്റ്റിനെ കൂടാതെ ലാലി ജെയിംസിന്റെയും സുബി ബാബുവിന്റെയും ഒക്കെയും പേരുകൾ വന്നു. പിന്നീട് ഇപ്പോൾ ലാലി ജെയിംസ് അവരുടെ അതൃപ്തി പരസ്യമാക്കുകയായിരുന്നു. വാക്കുകളാണ് നമ്മൾ കേട്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ.